Very good morning, all. Welcome to Cost and Management Accounting video classroom. Today we are going to discuss fourth module, job costing. There are certain industries where goods are produced against orders received from customers. Job simply means work order. An order received from a customer for a product or products is called a job. Costs are accumulated for each job separately. The methods of costing used to ascertain the cost of each job is known as job costing. ഇപ്പോൾ ഡിഫറെൻ്റ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കമ്പനീസ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ പേഴ്സണ് ഓർഡർ ക്യാൻവാസ് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഓർഡർ സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഫർണിച്ചറിൻ്റെ വർക്ക് നടക്കുമ്പോൾ ഇപ്പോൾ നമുക്കൊരു ടേബിൾ വേണം, അല്ലെങ്കിൽ ഒരു അലമാര വേണം, അല്ലെങ്കിൽ ഒരു സ്റ്റൂള് വേണം. അപ്പോൾ നമ്മളത് ഡിമാൻഡ് ചെയ്യുന്നു. അപ്പോൾ ആ കാർപ്പൻ്റർ എന്ത് ചെയ്യുന്നു? ആ ഓർഡർ കളക്ട് ചെയ്തിട്ട് ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതാണ് ഇവിടെ ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ജോബ് സിംപ്ലി മീൻസ് വർക്ക് ഓർഡർ. ആൻ ഓർഡർ റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ ഫോർ എ പ്രോഡക്റ്റ് ഈസ് കോൾഡ് എ ജോബ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓർഡർ കളക്ട് ചെയ്യുന്നു. Then the method of costing used to ascertain the cost of each job is known as job costing. Meaning, it is the method of ascertaining cost of jobs or work orders separately. ഇപ്പോൾ സെപ്പറേറ്റ് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നതിന് ഡിഫറെൻറ്റ് വേയ്സിലുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈംസിലായിരിക്കും എന്ത് ചെയ്യുക, ഓർഡർ കളക്ട് ചെയ്യുക. അപ്പോൾ അതിന് വർക്ക് ചെയ്യുന്നതും സെപ്പറേറ്റ്ലി ആയിരിക്കും. ദെൻ ജോബ് കോസ്റ്റിംഗ് ഈസ് ആൾസോ നോൺ ആസ് ജോബ് ഓർഡർ കോസ്റ്റിംഗ് ഓർ ലോട്ട് കോസ്റ്റിംഗ് ഓർ സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ്. നമ്മൾ പറഞ്ഞു സെപ്പറേറ്റ് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന് സെപ്പറേറ്റ് ഓർഡർ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ സെപ്പറേറ്റ് ലോട്ട് വേസിൽ കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഓർഡർ ക്യാൻവാസ് ചെയ്തുകൊണ്ട് കളക്ട് ചെയ്യുന്നു. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ടെർമിനൽ ഓർഡർ കോസ്റ്റിംഗ്. അപ്പോൾ ഒരു വർക്ക് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു, അതോടുകൂടി അത് ടെർമിനേറ്റ് ആവുകയും ചെയ്യുന്നു. ഡെഫിനിഷൻ അക്കോർഡിംഗ് ടു ICMA ലണ്ടൻ, job costing is that form of specific order costing which applies where work is undertaken to customers' specific requirements and each order is of comparatively of short duration. പറഞ്ഞ പോലെ തന്നെ ഒരു കസ്റ്റമേഴ്സിൽ നിന്ന് പെർട്ടിക്കുലർ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഡർ കളക്ട് ചെയ്യുന്നു. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ഷോർട്ട് പീരിയഡിലായിരിക്കും. ആ ഒരു സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ജോബ് കോസ്റ്റിങ്ങിൽ നടക്കുന്നത്. എബിലിറ്റി ഓഫ് ജോബ് കോസ്റ്റിംഗ്. It is used by manufacturing as well as non-manufacturing enterprises which manufacture goods against specific orders. Manufacturing concerns adopting this method are printing presses, machine tools manufacturing, garment manufacturing, furniture, interior decoration, shipbuilding, etc. All these organizations manufacture non-standardized products. Non-manufacturing concerns following this method are repairing units, general engineering workshop, automobile garage, etc. Then, procedure of job costing. The procedure involved in job costing may be summarized as below. Receiving customers' enquiry, estimating the price of job, receiving customers' order, job number, production order,
recording of cost, completion of job, and computation of profit or loss. Next, job cost sheet. Job cost sheet is a cost sheet prepared in respect of a job. ഇപ്പോൾ കോസ്റ്റ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ജോബ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എക്സാമിന് ക്വസ്റ്റ്യൻ വന്നേക്കാം. ഇപ്പോൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെയാണ് ജോബ് കോസ്റ്റ് ഷീറ്റും പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ജോബ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ പെർട്ടിക്കുലർ ജോബിനും സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. For each job, a separate cost sheet is prepared to which expenditure incurred thereon are charged. The job cost sheet, when complete, shows the total cost of the completed job. Job cost sheet is also called job cost card. This is prepared by the cost accounting department. The following data relate to a job number 505. Materials rupees 50,000, wages rupees 30,000, chargeable expenses rupees 10,000. Calculate factory overhead at 20% of wages and office and administrative overheads at 5% of factory cost. Ascertain the total cost of the job. Okay, നമുക്ക് ജോബ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഹെഡിങ് കൊടുക്കുക ജോബ് കോസ്റ്റ് ഷീറ്റ്. ജോബ് കോസ്റ്റ് ഷീറ്റ്. ദെൻ മെറ്റീരിയൽ മെറ്റീരിയലിൻ്റെ വാല്യൂ എത്ര തന്നത്? 50,000. ഓക്കെ, 50,000. Then wages rupees 30,000. Chargeable expenses rupees 10,000. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? പ്രൈം കോസ്റ്റ് കിട്ടും. ഓക്കെ, അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് വേജസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇത് മൂന്നും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത് പറഞ്ഞാൽ പ്രൈം കോസ്റ്റ്. അപ്പോൾ ഇവിടെ ഹെഡിങ് കൊടുക്കുക പ്രൈം കോസ്റ്റ്. ഇത് മൂന്നും കൂടി എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യും. എത്ര വരും? 90,000. ഓക്കെ, 90,000. ദെൻ ഇനി ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യാണ് വേണ്ടത്. കോസ്റ്റ് ഷീറ്റിൻ്റെ സെയിം ഫോർമാറ്റ് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ then add factory overhead. Factory overhead add ചെയ്യണം. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? ഫാക്ടറി ഓവർഹെഡിൻ്റെ കേസ് ഫാക്ടറി ഓവർഹെഡ് അറ്റ് 20% ഓഫ് വേജസ്, അതായത് ഡയറക്റ്റ് വേജസ് എമൗണ്ട് എത്രയാണോ അതിൻ്റെ 20% ആണ് ഏത് ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത്. എത്ര വേജസ് എമൗണ്ട്? 30,000 ആണ് വേജസ് എമൗണ്ട്. ഓക്കെ, അപ്പോൾ ആ 30,000ൻ്റെ 20%. സോ 20% ഓഫ് വേജസ് എത്ര ഉണ്ടാവും? അപ്പോൾ ദാറ്റ് മീൻസ് 30,000 ഇൻറ്റു 20/100 എത്ര കിട്ടും? 6,000. ആ 6,000 എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ കിട്ടുന്നതാണ് എന്ത്? വർക്ക് കോസ്റ്റ് അഥവാ ഫാക്ടറി കോസ്റ്റ് ഓർ വർക്ക് കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് എന്ന് കിട്ടും. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 96,000 എന്ന് കിട്ടും. ഓക്കെ, 96,000. ദെൻ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ആഡ് ചെയ്യണം. സോ ആഡ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്. എന്താ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡിൻ്റെ കേസ് പറഞ്ഞിട്ടുള്ളത്?
ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സ് അറ്റ് 5% ഓഫ് ഫാക്ടറി കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റിൻ്റെ 5%, അതായത് ഫാക്ടറി കോസ്റ്റ് നമുക്ക് എത്ര കിട്ടിയത് 96,000 ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഈ 96,000ൻ്റെ 5% ആണ് ഏത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്. സോ 96,000 ഇൻറ്റു 5/100. ഓക്കെ, എത്ര കിട്ടും 4,800. ആ 4,800 നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അത് ആഡ് ചെയ്യുന്ന സമയം 1,08,000. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ടോട്ടൽ കോസ്റ്റ് എന്ന ഹെഡിങ് കൊടുക്കുന്നു. ടോട്ടൽ കോസ്റ്റ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. അതായത് ജോബ് കോസ്റ്റ് ഷീറ്റ് എന്നുള്ള ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് മെറ്റീരിയൽസിൻ്റെ വാല്യൂ, വേജസിൻ്റെ വാല്യൂ, ചാർജബിൾ എക്സ്പെൻസസ്, എന്നിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു, പ്രൈം കോസ്റ്റ് കിട്ടുന്നു. പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യാണ് വേണ്ടത്. ആഡ് ഫാക്ടറി ഓവർ ഹെഡ്. ഫാക്ടറീൻ്റെ കേസ് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 20% ഓഫ് വേജസ്, വേജസിൻ്റെ 20%. അപ്പോൾ വേജസ് എമൗണ്ട് നമുക്ക് എത്ര തന്നത് 30,000 ആണ്. അപ്പോൾ 30,000ൻ്റെ 20% 6,000. ഈ 6,000ഉം പ്രൈം കോസ്റ്റും കൂടി ആഡ് ചെയ്തു. നമുക്ക് കിട്ടിയത് ഫാക്ടറി കോസ്റ്റ് അഥവാ വർക്ക് കോസ്റ്റ് കിട്ടി. ദെൻ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ആഡ് ചെയ്യണം. അപ്പോൾ വർക്ക് കോസ്റ്റിൻ്റെ 5% ഇത് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതായത് ഓരോ ഐറ്റം സെപ്പറേറ്റ് തന്നിട്ടുണ്ടാവും. നമുക്കറിയാം, നമ്മൾ കോസ്റ്റ് ഷീറ്റ് പഠിച്ചതാണ്. കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഓരോ ഹെഡിലും വരുന്ന എക്സ്പെൻസ് അല്ലെങ്കിൽ ഓവർ ഹെഡ് ഏതെല്ലാമാണെന്നുള്ളത് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഫാക്ടറി ഓവർ ഹെഡിൻ്റെ 5% അതാണ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ആഡ് ചെയ്തു. അത് ആഡ് ചെയ്തപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര കിട്ടി, 1,08,000 കിട്ടി. അപ്പോൾ ഈ ഒരു സ്പെസിഫിക് ജോബിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 1,08,000 റുപ്പീസാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പോൾ ഇതുപോലെ ഈ ക്വസ്റ്റ്യന് ഒരു 2 times വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇനി നിങ്ങൾക്ക് തന്നെ ഇമാജിനറി ഫിഗർ എഴുതിക്കൊണ്ട് വർക്കൗട്ട് ചെയ്ത് നോക്കി ആൻസർ കണ്ടെത്താവുന്നതാണ്.